നമ്മളിപ്പോൾ യശ്വന്ത്പൂർ, ബാംഗ്ലൂരിലുള്ള യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിനി ഒരു 3 ദിവസം ബാംഗ്ലൂരിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്റ്റേ ചെയ്യുകയാണ്. ട്രെയിൻ എത്തിയപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂർ വൈകി. മുംബൈയിലേക്ക് എത്തേണ്ടതാണ്. 10 മണിക്കാണ് എത്തിയത്. നമ്മൾ വന്ന ട്രെയിൻ അവിടെ കിടക്കുന്നു. കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്. നമ്മൾ G6 അല്ലായിരുന്നോ? അതേപോലെ അവിടെ G6 കാണാം. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോ സ്റ്റേഷൻ, യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ പിടിച്ച് മജസ്റ്റിക്കിലേക്ക് പോകും. മജസ്റ്റിക്കിലാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതാണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. 6th പ്ലാറ്റ്ഫോമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ നിൽക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിലും അത്യാവശ്യം കൺസ്ട്രക്ഷൻ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. 6th പ്ലാറ്റ്ഫോം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മെയിൻ ഓഫീസാണ്. ഇവിടെ യശ്വന്ത്പൂർ റെയിൽ ഡിപ്പോ ഉണ്ട്. അത് മെട്രോ സ്റ്റേഷൻ, യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ എസ്കലേറ്റർ ഇല്ലേ? ദൈവം, സ്റ്റെപ്പ് കയറണമല്ലോ. ഈ ബാഗും ചോന്നുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നേരത്തെ യാത്രയുണ്ട് നമ്മുടെ മജസ്റ്റിക്കിലേക്ക്. ഡയറക്റ്റ് ട്രെയിനാണെന്ന് മറന്നുപോയി. അപ്പോൾ വേറെ അല്ല, മജസ്റ്റിക്ക് പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്, മെട്രോ സ്റ്റേഷനാണ്. വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും UPIയുടെ QR കോഡ് വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അവിടെ ഒരു നമ്പറുണ്ട് 8105556677. അതിൽ നമ്മൾ ഹായ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ആ QR കോഡ് നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് മെട്രോയിൽ കയറാം. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നാഗസമുദ്രയാണോ മറ്റേതാണോ ആവോ? മഹാലക്ഷ്മിയെ തലപ്പലിലെ വാഹനങ്ങൾ എടക്കെ തെരഞ്ഞെടുത്തു. ರಾಜಾಜಿನಗರಕ್ಕೆ ತಲುಪಲಿದೆ. ಬಾಗಿಲುಗಳು ರೈಲು ಇಳಿಯುವ ಮುನ್ನ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಇರುವ ಬಾಗಿಲಿನಿಂದ നമ്മൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ വന്നെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് നടക്കണം. എപ്പോൾ ഈ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ വന്നാലും കൺഫ്യൂഷനാവും. ഏത് വഴിയാണ് പുറത്തിറങ്ങേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സൈഡിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങോട്ടൊരു ആരോ കണ്ട് അങ്ങോട്ട് നടക്കുക. ഇതിനുള്ളിൽ കൂടെ തന്നെ കുറേ നടക്കാനുണ്ട്. നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തെത്തി. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയത്. ഇനി ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണുന്ന ശ്രീകൃഷ്ണ വൈഭവയിൽ കഴിക്കാം. ആദ്യം റൂം പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് വന്നിട്ട് കഴിക്കാം. ആ ജംഗ്ഷൻ ഇത്തിരി തിരക്കുള്ളതാണ്. അത് വൺ വേ ആണ്. നമുക്കിവിടുന്ന് അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. തിരിച്ചു വരണമെങ്കിൽ ചുറ്റി ഇതേ ആ റൈറ്റ് സൈഡിൽ കൂടെ കാണുന്ന വഴി കൂടെ വരണം. ശ്രീകൃഷ്ണ വൈഭവ. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് സിഗ്നേച്ചർ ഇൻ എന്നാണ്. സ്ഥിരം ഇവിടെ തന്നെയാണ് ബാംഗ്ലൂർ വരുമ്പോൾ തങ്ങാറ്. ഇവിടെ 2 ദിവസം ഞാൻ അവിടെ തങ്ങുന്നുണ്ട്. കെഞ്ചേരി ഗേറ്റ് വേ ഇൻ. വേറെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. പക്ഷേ എനിക്ക് തൃപ്തിയുള്ളത് നമ്മുടെ ആ ഹോട്ടലിലാണ്, നമ്മൾ തങ്ങാൻ പോകുന്ന ഹോട്ടലിലാണ്. പക്ഷെ ഒരു ദിവസം വേറെ ഹോട്ടലിലായിരിക്കാം. അവിടെ റൂം വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്തു ലാസ്റ്റ് ദിവസം. ഈ റോഡിൻ്റെ പേര് കോട്ടൺപേട്ട് മെയിൻ റോഡ് എന്നാണ്. നമ്മൾ എന്നിട്ട് OTC റോഡിലേക്ക് കണ്ട് കയറും. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറണം. ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് സിഗ്നേച്ചർ ഇൻ ഹോട്ടൽ. ഇത് OTC റോഡാണ്. ഇവിടെ ഒരു എന്താണ് പറഞ്ഞേ, മുസ്ലിംസിൻ്റെ പേരും മറന്നു പോയല്ലോ. നമുക്ക് ലിഫ്റ്റ് കയറി നമ്മുടെ റൂമിലേക്ക് പോകാം. 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂം. ഗ്രൗണ്ട് ഫ്ലോർ. ലിഫ്റ്റ് എത്തി. നമുക്ക് 2nd ഫ്ലോർ. പറയും
ഇവിടേക്ക് ഇരുട്ടാണല്ലോ. ഇതാണ് നമ്മുടെ റൂം 211. ഈ സുനിൽ ഈ സാധനമായിട്ടുണ്ടേ ഇന്നലെ പവർ ഓൺ ആകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ മുറി. AC ആണ്. 950 റുപ്പീസാണ് ഒരു ഡേ, പെർ ഡേ 950. കോമ്പാക്ട്, ക്ലീൻ. മുകളിലൊക്കെ എന്തൊക്കെയോ എക്സോസ്റ്റ് ഫാൻ പോയോ. ടോയ്ലറ്ററീസ് ആയിട്ട് സോപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടവലുണ്ട്. TV നമ്മുടെ മലയാളം ചാനൽ ഏത് ചാനലാണെന്ന് അറിയില്ല. സീലിംഗ് ഫാൻ അല്ല, ഇവിടെ വാൾ ഫാനാണ്. അവിടെ ഒരു പെയിൻറ്റിങ് ലൈറ്റ് അവിടെ ഇല്ല. AC 70 ഇപ്പോൾ തണുപ്പായിരിക്കും. നമ്മൾ ആദ്യം കണ്ട ശ്രീകൃഷ്ണ വൈബ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വെജ് റെസ്റ്റോറൻ്റാണ്. വെജ് കഴിക്കണമായിരിക്കും നല്ലത്. ഇവിടെ എന്തോ തെളിഞ്ഞ പോലെ ഇവിടെ എന്തോ ബിൽഡിങ് തല്ലിപ്പൊളിച്ചു തുടങ്ങി. അവിടെ ഒരു KFC ഉണ്ടല്ലോ. KFC അവിടെ തന്നെ ഉണ്ട്. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബട്ടർ പ്ലെയിൻ ദോശയും ഒരു കോഫിയും. ബാംഗ്ലൂർ വരുമ്പോൾ സ്ഥിരം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെ. ചെറുതാണ്, പക്ഷെ ഭയങ്കര തിരക്കാണ് ഇവിടെ. കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണിത്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം ഇവിടെ തന്നെ കയറാറ്. ടൈം കിട്ടുകയാണെങ്കിൽ ലഞ്ചും ഇവിടെ തന്നെ കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് ദൂരേക്ക് MG റോഡ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലത്തെ സ്ഥലത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ മിക്കവാറും അവിടെ ഫുഡ് ലഞ്ച് അവിടെ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ MG റോഡ്, ബ്രിഗേഡ് റോഡ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ വിധാൻസൗധ ഓൺ ദ വേ പോകണമെന്നാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നിട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്ഭവനുണ്ട്, വികാസ് സൗധ, വിധാൻസൗധ. നമുക്ക് വിധാൻസൗധയിൽ പോവാം. കബൺ പാർക്കുണ്ട്. ഭയങ്കര വിജനമായ സ്റ്റേഷൻ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതാണ് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി, വികാസ് സൗധ. തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് വിധാൻ സൗധ. അങ്ങോട്ട് എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവിടെ മനുഷ്യന്മാരൊന്നും കാണുന്നില്ല. റോഡിൻ്റെ അപ്പുറം കാണുന്നത് കബൺ പാർക്കാണ്. എൻട്രി ടു ഗേറ്റ് നമ്പർ 3 and 4 ആർ ക്ലോസ്ഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് എൻട്രി ഉണ്ടോ എന്നൊരു സംശയം. അവിടെ ആരും കാണുന്നില്ല. നേരത്തെ പോലെ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ലായിരിക്കും. ഇത് ഗേറ്റ് 3 ഈസ്റ്റ്. പക്ഷെ അതൊക്കെ അടച്ചിട്ടേക്കാണ്. റിസപ്ഷൻ സെൻറ്ററൊക്കെ അടച്ചിട്ടേക്കാണ്. വിധാൻസൗധയുടെ ഫ്രണ്ട് വശം എന്താ അവിടെ വലിയ മഹാത്മാഗാന്ധിയുടെ വലിയൊരു സ്റ്റാച്ചു കാണാം. മഹാത്മാഗാന്ധി ഇരിക്കുന്ന സ്റ്റാച്ചു. നല്ല വെയിലാണ്. ഇതിൽ കൂടെയൊക്കെ ഫോട്ടോയോ വീഡിയോ എടുത്താൽ എന്തെങ്കിലും പറയൂ. എന്താ വലിയ ബിൽഡിങ്ങാലേ. 1956 ഇത് സ്ഥാപിച്ചത്. നമ്മുടെ കൊടി, ഇന്ത്യയുടെ കൊടി അവിടെ കാണാം. യമണ്ടം ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. മുൻഭാഗം ഇവിടെയാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിൻറ്റും കൂടിയാണ് ഇവിടെ. നെഹ്റുജിയുടെ ഒരു സ്റ്റാച്ചു അവിടെ കാണാം. ആ കുതിരപ്പുറത്തുള്ള ശിവാജിറാവു അല്ലേ പേര്. ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് അവിടെ എഴുതി വെച്ചേക്കുന്നതാണ്.
പഴയ പോലെ എൻട്രി ഇല്ല. അതാണ് എല്ലാവരും പുറത്ത് തടിച്ചുകൂടി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇറങ്ങണ്ടായിരുന്നു, വെറുതെ നമ്മുടെ സമയം പുറത്തുനിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ. പുറത്ത് കണ്ടാലല്ലേ അതിൻ്റെ ആ ഒരു ഭീകരമായ ദൃശ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മുടെ പിന്നിൽ നമ്മുടെ വലിയ വിധാൻസൗധ കാണാം. അപ്പുറത്ത് പുതിയ കേരളമല്ലോ കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബിൽഡിങ്ങും കാണാം. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ താജ്മഹലിൽ പോയപ്പോൾ എടുത്തില്ല, അതുപോലെ വെറുതെ 100-500 രൂപ കളയണ എന്തിനാ. അന്ന് ഞാൻ വെറുതെ ഒന്ന് രസത്തിന് വേണ്ടി എടുത്താൽ 100-250 രൂപയില്ല അന്ന്. വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്, അസൽ വെയിലാണ്. ഇനി കബോൺ പാർക്കിൻ്റെ എൻട്രി എവിടെയാണെന്ന് അറിയില്ല. അവിടെ തണലത്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ഇത് വേറൊരു ബിൽഡിങ്, അതൊരു റെഡ് ബിൽഡിംഗ് ആണല്ലോ, അതേതാണോ? അത് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ബിൽഡിംഗാണ്. ഹാൾ നമ്പർ 1 എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണുന്നത്. ഈ റോഡിൻ്റെ പേരും ഡോക്ടർ BR അംബേദ്കർ റോഡ് എന്നാണ്. ഞാൻ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല. അവിടെ BR അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഗാർഡനൊന്നും ശരിയാക്കാതെ എന്താ ലോണൊക്കെ ഇങ്ങനെ എടുക്കണേ, അതെ കുഴഞ്ഞു മറിഞ്ഞു. ഡോക്ടർ വിധാൻസൗധ, ഡോക്ടറല്ല വിധാൻസൗധ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈക്കോർട്ട് ഓഫ് കർണാടക, ഗേറ്റ് നമ്പർ 1. കോടതിക്ക് അടച്ചു പൂട്ടിയോ? ഫുള്ള് ബിൽഡിങ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഡ്രോൺ വല്ലതും കൊണ്ടുവരണം. അതൊക്കെ ഇവിടെ അലൗഡും അല്ല. നമുക്ക് ഇവിടെ നിന്ന് മെട്രോ കയറി MG റോഡിലേക്ക് പോവാം. MG റോഡില്ല, ട്രിനിറ്റി ആയിരിക്കും നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. ബാഗിനകത്ത് എന്താണെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അടുത്ത് കുറേ വയറുണ്ട്, പിന്നെ ആക്ഷൻ ക്യാമറ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അവർക്ക് ആ രൂപം കണ്ടപ്പോൾ മനസ്സിലായില്ലായിരിക്കും.